ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുമ്പം വേണ്ടേ സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞു തരാനായിട്ട്. ഇത് നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അതായത് എങ്ങനെയാ ചേച്ചി സിമ്പിളായിട്ടൊന്ന് വെയിറ്റ് കുറയുന്നത്, ഒരുപാട് പേരുടെ വെയിറ്റ് കുറയുന്ന വീഡിയോ കണ്ടിട്ട് അതേ രീതിയിൽ ഞങ്ങൾ ചെയ്ത് നോക്കി. ചെയ്തിട്ടൊന്നും അതിനൊരു ഗുണവും ഇല്ല. ഗുണമില്ലെന്നല്ല, വെയിറ്റ് കുറയുന്നുണ്ട്. പക്ഷെ അത് വെയിറ്റ് കുറയുന്ന ഭാഗം ദാണ്ട് ഈ കഴുത്ത് തൊട്ട് ഇതേ ഇവിടം വരെ വെയിറ്റ് കുറയുന്നത്. നമ്മുടെ ഈ നെറ്റിയുടെയൊക്കെ ഈ രണ്ട് ഭാഗവും വരെ ഒട്ടിപ്പോയിട്ട് ഇങ്ങനെ സ്കിന്നൊക്കെ ഇങ്ങോട്ട് തൂങ്ങി നിൽക്കുക. അതുപോലെ തന്നെ കവിളൊക്കെ ഇങ്ങനെ ഒട്ടിയിട്ട് ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ ഞുറിഞ്ഞു വരുന്നു. കണ്ണൊക്കെ ഇങ്ങനെ കുഴിഞ്ഞിറങ്ങിപ്പോയിട്ട് കണ്ണിൻ്റെ അടിയെല്ലാം ഇങ്ങനെ കറുത്ത് വരുന്നു. പിന്നെ കഴുത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ കഴുത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ സ്കിൻ ഇങ്ങനെ തൂങ്ങി നിൽക്കുക. എന്താണെന്ന് വെച്ചാൽ മാംസം പറ്റി കഴിയുമ്പോൾ സ്കിൻ ഇങ്ങനെ തൂങ്ങി വരുമല്ലോ, തൂങ്ങി വരുന്നു. വെയിറ്റ് കുറയുന്ന ഇത്രയും സ്ഥലമേ ഉള്ളൂ. അല്ലാണ്ട് കൈയുടെ വണ്ണം കുറയുവോ, വയറിൻ്റെ അകത്ത് അടിഞ്ഞു കൂടിയേക്കുന്ന ഫാറ്റ് മാറുവോ, കൊഴുപ്പ് അടിഞ്ഞത് മാറിപ്പോവോ, ഒന്നും ചെയ്യുന്നില്ല ചേച്ചി. വയറൊക്കെ വീർത്ത് തന്നെ ഇരിക്കും. അതിനെന്താ ചേച്ചി ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് അത് ഞങ്ങൾക്ക് ഫലം ഉണ്ടായിട്ടും അല്ലെ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് കണ്ടിട്ടും ചേച്ചി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണൂല ആ വീഡിയോ ഏതാന്ന്. ഞാൻ ഷുഗർ എങ്ങനെ സിമ്പിളായിട്ട് കുറയ്ക്കാം, അതായത് എൻ്റെ ചേച്ചിക്ക് 502 നിന്ന ഷുഗർ 130 വന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റുകളാണ് ഈ പറയുന്ന ഒരുപാട് കമൻറ്റ്. അതിൻ്റെ അകത്തായിട്ട് വന്നിട്ടാണ് സിമ്പിളായിട്ട് ഒന്ന് വണ്ണം കുറയുന്ന ഒരു കാര്യം പറഞ്ഞതാ ചേച്ചി, അല്ലാതെ മുഖവും കണ്ണും കഴുത്തും മാത്രം ഒട്ടുന്നത് വേണ്ട ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണിത്. ഞാൻ പറയാം, എൻ്റെ ഒരു ചേച്ചി, നിങ്ങൾ ഞെട്ടിപ്പോകണ്ട കേട്ടോ. 83 കിലോ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് ഈ മാതിരി പറഞ്ഞതുപോലെ ഉണക്ക് വയറൊക്കെ ഭയങ്കര വയറെന്ന് വെച്ചാൽ വയറിൻ്റെ അകത്ത് കൊഴുപ്പടിഞ്ഞിട്ട് ഒരു കള്ളവും പറയുന്നതല്ല നിങ്ങളുടെ അടുക്കൽ. അപ്പം ഞാനത് എപ്പോഴെങ്കിലും പോകുമ്പം ചേച്ചിയുടെ ഓപ്പറേഷൻ ചെയ്ത ആ സർട്ടിഫിക്കറ്റ് വേണേൽ നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഡിസ്ചാർജ് സമ്മറി വേണേൽ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം ഞാൻ. എന്നുവെച്ചാൽ അതിൻ്റെ അകത്ത് ഈ ഡീറ്റെയിൽ കാണുമല്ലോ. ചേച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് വയറിൻ്റെ ഉള്ളിൽ നിന്നും ഒരു നെയ്യ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. 3 പ്രാവശ്യം ചേച്ചിക്ക് ഓപ്പറേഷൻ ചെയ്തതാണ്. നെയ്യ് എടുത്ത് മാറ്റിയതാണ് ചേച്ചിയുടെ. എന്ന് പറഞ്ഞാൽ വയറ് അതുപോലെ, എന്ന് വെച്ചാൽ ഈ വയറ് താങ്ങാനായിട്ടുള്ള ചേച്ചി കാലിനില്ലാതെ കാല് മടിഞ്ഞു പോയി വീഴും. അതുപോലെ തന്നെയായിരുന്നു വേറൊരു ചേച്ചിക്ക്, ഇതുപോലെ വണ്ണമായിരുന്നു. പക്ഷേങ്കിൽ ഇവർ ആ ചേച്ചിക്ക് ഇത്രയും വണ്ണമില്ല, എന്ന് വെച്ചാൽ നടക്കുന്നതിനൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അപ്പോൾ അവർ കഴിച്ച് അവരുടെ വെയിറ്റ് കുറഞ്ഞ ഈ 83 കിലോ ഉള്ള ചേച്ചി ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, ഇപ്പോൾ 59 കിലോയെ ാണ് വന്ന് നിൽക്കുന്നത്. യാതൊരു വക അസുഖങ്ങളും കാര്യങ്ങളും ഇല്ല. വീട്ടിലെ കാര്യങ്ങളെല്ലാം ചേച്ചി തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടർമാരുടെ മെഡിസിനോ മറ്റ് ഉള്ളവർ പറയുന്ന ഒരു കാര്യങ്ങളോ ഒന്നുമല്ല ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ, അതായത് അമ്മായിയപ്പൻ ഒരു കാര്യം പറഞ്ഞു കൊടുത്തതാണ്. ഈ പുള്ളിയൊക്കെ ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടതായിരിക്കും, അല്ലാതെ എനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ ഇതിനെക്കുറിച്ച്. അപ്പം ഞാൻ ഇത് അറിഞ്ഞിട്ട് ഞാൻ കുറേ ആയതാ കേട്ടോ. ഇതിനോട് ചേച്ചി അറിഞ്ഞിട്ടും കുറേ ആയതാ. ഞാനൊന്ന് പരീക്ഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടല്ലോ, എൻ്റെ കവിളല്ല ഇതേ ഇങ്ങനെ അങ്ങോട്ട് ഒട്ടി കണ്ണൊക്കെ കുഴിഞ്ഞ് എല്ലാവരും ചോദിച്ചു എനിക്ക് വല്ല അസുഖമാണോ, എന്താ അസുഖമാണ്, എവിടെയെങ്കിലും പോയി മരുന്ന് മേടിച്ചോ, എന്താ പറ്റിയെന്നൊക്കെ എന്നെ കാണുമ്പോഴും ചോദിച്ചു. അത് കഴിഞ്ഞാണ് ഞാനതങ്ങ് നിർത്തിയിട്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് ഇത്തിരി വണ്ണവും വയറും ഒക്കെ ഉള്ളതാണ്, അല്ലെങ്കിൽ എനിക്ക് വൃത്തികേടാണ്. അത് ഞാൻ കുറച്ച് നാളെന്ന് പറഞ്ഞ ഒരു 10-12 ദിവസം കഴിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേനും എൻ്റെ കോലം അങ്ങനെ വന്നത്. അതാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത്. വേറെ ഒന്നുമല്ല കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1/2 കിലോ മുതിരയ്ക്ക് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. മുതിരയെന്നാണ് പറയുന്നത്. അങ്ങാടിപ്പട്ടി പോയി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മുതിര കിട്ടും. 1/2 കിലോ മുതിര മേടിച്ചുകൊണ്ട് വന്നിട്ട് നല്ല ചീഞ്ചിട്ടി ചൂടായി കഴിയുമ്പം ചീഞ്ചിട്ടിക്കകത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പച്ചപ്പൊന്ന് മാറുന്നവരും വരെ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പം മിക്സിയിലിട്ട് നല്ല പൗഡർ പോണക്ക് പൊടിച്ചെടുക്കുക. എന്നിട്ട് ചൂടൊന്ന് മാറിക്കഴിയുമ്പോൾ നല്ലൊരു ടിന്നിലിട്ട് അടച്ച് ഭദ്രമായിട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഏക്കുമ്പോഴേ വെറും വയറ്റിൽ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റിയ ചൂടിൽ, അതായത് വെള്ളം വാട്ടവെള്ളമാക്കരുത്, തിളച്ച വെള്ളമായിരിക്കണം. തിളച്ച വെള്ളം ഒരു മീഡിയം ചൂടിൽ ആറിക്കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ അകത്തോട്ട് 1 സ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, നോർമലി നമ്മൾ രാവിലെ ചായക്കൊക്കെ പഞ്ചസാര ഇടുന്ന സ്പൂണുണ്ടല്ലോ ഇത്തിരി വലിപ്പമുള്ളത്, ആ സ്പൂണിന് 1 സ്പൂൺ പൊടി ഇതിലിട്ട് കലക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന ചൂടിൽ ഓരോ കവിൾ വെച്ചിങ്ങനെ ഒരു കവിളിങ്ങനെ, എന്നിട്ട് ഗ്ലാസ് മാറ്റിയിട്ട് വീണ്ടും ഒരു കവിൾ, അല്ലാതെ
ഒറ്റയടിക്ക് മടമടന്ന് നിങ്ങൾ കുടിക്കാൻ നിൽക്കണ്ട. ഇങ്ങനെ സിപ്പായിട്ട് ഓരോ കവള് നിങ്ങൾ കുടിച്ചിറക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്കിപ്പം വെള്ളം കുടിക്കണേലും എന്തെങ്കിലും വെറും വയറ്റിൽ കഴിക്കേണ്ട ഗുളികയാണേലും 1 മണിക്കൂറിന് ശേഷമേ പിന്നെ മറ്റു വെള്ളമോ മെഡിസിനോ എന്തെങ്കിലും കഴിക്കാവുള്ളൂ. അപ്പം നിങ്ങളിത് ഇച്ചിരി രാവിലെ എഴുന്നേറ്റ് ചെയ്യണമെന്നേ, അല്ലാണ്ട് ഉച്ചയാകുന്നേരം വരെ കിടന്നുറങ്ങിയാൽ ഇതൊന്നും നടക്കില്ല. പരമാവധി നിങ്ങളൊരു 5:30-ക്കെങ്കിലും ചെയ്യുക. 5-ന് ചെയ്താൽ ഏറ്റവും നല്ലത്. 5-ന് ചെയ്താൽ 6 ആകുമ്പോഴത്തേനും 1 മണിക്കൂറായി. നിങ്ങൾക്ക് വെറും വയറ്റിൽ കഴിക്കേണ്ട ഗുളികയൊക്കെ കഴിക്കേണ്ടവരാണല്ലോ ഇപ്പോൾ ഏറ്റവും ഭക്ഷണത്തെ കഴിഞ്ഞും ഇപ്പം സമയാസമയം രാവിലെ, ഉച്ചയ്ക്ക്, 4 മണിക്ക്, രാത്രിക്കൊക്കെ ഗുളികയാണ് നമ്മളെല്ലാവരും ക്രമം തെറ്റാതെ മെഡിസിനാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ആസിഡിറ്റിയുടെ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഒക്കെ ഗുളിക നമ്മൾ രാവിലെ തന്നെ കഴിക്കും വെറും വയറ്റിൽ, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾ 5-നെങ്കിലും എഴുന്നേറ്റ് ചെയ്യുക. ഇനി 5-ന് ചെയ്തില്ലെങ്കിൽ ഒരു 5:30-ക്കെങ്കിലും എഴുന്നേറ്റ് നിങ്ങൾ ഈ മരുന്ന് ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് കഴിച്ചു നോക്കിക്ക്. 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ പറയാം, നിങ്ങൾ ഇനി ഒരു വീഡിയോയും ചെയ്യണ്ട, നിങ്ങൾ പറയുന്നതെല്ലാം വെറും കള്ളത്തരമാണ് എന്ന് നിങ്ങൾ പറഞ്ഞ് എനിക്ക് കമൻറ്റ് ഇട്ടോ. നിങ്ങൾ ഇനി മേലെ വീഡിയോ ചെയ്തു പോകരുതെന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് കുഴപ്പമില്ല, അത്രയ്ക്ക് ഉറപ്പാണ്. കാരണം എൻ്റെ ചേച്ചിമാർ 2 പേര് ചെയ്ത് ഫലം കിട്ടിയതും അതുപോലെ ഞാൻ ചെയ്തിട്ട് പ്രാകൃതമായി പോയതുവാ മെലിഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ കുടിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെറു ചൂടുവെള്ളം കുടിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം, ഈ ചൂടുവെള്ളത്തിന് പകരം നിങ്ങൾക്കറിയാമോന്ന് എനിക്കറിയില്ല, കുറേ പേർക്കെങ്കിലും അറിയാം, നമ്മുടെ ഈ ആനച്ചൊടി എന്ന് പറയുന്നൊരു സാധനമാണ്. ആനച്ചൊടി, അതായത് ഇത് കണ്ടോ, ഇതാണ് ആനച്ചൊടി. ഇതുകൊണ്ട് അതിൻ്റെ ഇലയൊക്കെ ഇച്ചിരി വലുപ്പം വരും. ഇതിൻ്റെ തൈയാണ് ഞാനിതിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മുണ്ടക്കയത്തുനിന്ന് കൊണ്ടുവന്ന് ഞാനിവിടെ കൃഷി ചെയ്തെന്ന് തന്നെ വേണം പറയാൻ. കുറേ പേര് വന്ന് എൻ്റെ അടുക്ക വന്ന് ഇതിൻ്റെ തൈ കൊണ്ടുപോയി ഫ്രീ ആയിട്ടാകട്ടോ കൊടുക്കുന്നത്, അല്ല കാശിനൊന്നും അല്ല, തെറ്റിദ്ധരിച്ചേക്കരുതേ. അപ്പം ഇവിടെ കൊണ്ടുവന്ന് ഞാൻ വെച്ചിട്ടുണ്ട്, നിങ്ങളെ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഷുഗറുകാർക്കും വളരെ നല്ലതാണ് ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൊഴുപ്പ് ഉരുക്കി കളയുന്ന ഒരു സാധനമാണ്. അതുപോലെ ഫാറ്റ് ലിവറിന് നല്ലതാണ്. എല്ലാത്തിനും വയറ് സംബന്ധമായിട്ടുള്ള എന്ത് രോഗത്തിനും ഈ സാധനം നല്ല, ശരീരത്തിന് യാതൊരു ദോഷവും വരുന്ന ഒരു സാധനമല്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു 3 ഇലയും പച്ചമഞ്ഞളോടെ കൂട്ടി അരച്ച് കഴിച്ചാൽ പൈൽസിനും സൂപ്പർ മരുന്നാണിത്. സൂപ്പർ എന്ന് ഞാൻ പറയും. എല്ലാ രോഗത്തിനും ഒരൊറ്റമൂലിയാണിത്. ഇതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഒരു 3, 5, 7 ഇലയിട്ട് രാവിലെ തന്നെ തിളപ്പിക്കുക. അപ്പം നമുക്ക് പരവേശം എടുക്കുമ്പോൾ തുടരെ ഈ വെള്ളം കുടിച്ചാലും മതി നിങ്ങൾക്ക്. അതുപോലെ ചെറു ചൂടുവെള്ളം കുടിക്കാൻ ഞാൻ പറഞ്ഞത്. ഈ ആനച്ചൊടി അല്ലെങ്കിൽ ഇതിന് കുടലുരുക്കിയെന്നും കൂടി ഒരു പേരുണ്ട് കേട്ടോ. ഇത് കിട്ടാനില്ലാത്തവർ നിങ്ങൾ വെറുതെ ഫ്രിഡ്ജിലിരിക്കുന്ന തണുത്ത വെള്ളമോ അല്ലാതെ നേരിട്ട് ചുമ്മാ ഉള്ള വെള്ളമോ ഒന്നും കുടിക്കരുത്. നമ്മൾ തിളപ്പിച്ചിട്ട് ചെറു ചൂടിലുള്ള വെള്ളം മാത്രമേ നമ്മളിത് കുടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് 7 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വന്ന് കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്ത് 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എത്ര വെയിറ്റാണോ കുറയേണ്ട അത്രയും കുറഞ്ഞിരിക്കും. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ, ഒരു സംശയവും ഇല്ല. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിക്കോ, ചെയ്തിട്ട് വന്നേച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. അപ്പം ഞാൻ എൻ്റെ ആനച്ചൊടി ഞാൻ കൃഷി ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അല്ല നിങ്ങൾ ഓർക്കും, അയ്യോ അവർ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെടിയും പറിച്ചുകൊണ്ട് ഓടി വന്നതാണ്. അപ്പം എൻ്റെ ആനച്ചൊടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, വന്നേ. അപ്പം ഇതാണ് എൻ്റെ ആനച്ചൊടി. ഇതുകൊണ്ട് ഞാൻ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ നട്ടു വെച്ചേക്കുവാണ്. പക്ഷേ മുണ്ടക്കയോ ആ ഭാഗത്തോട്ടൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ പറമ്പിൽ കൂടെ ഉണ്ടല്ലോ കിടക്കുവാണ്. ആടും പശുവും പന്നിയൊക്കെ ഇത് പറിച്ച് ഇതാണ് തിന്നുന്നത് ഇഷ്ടം പോലെ. പക്ഷേ നമ്മുടെ ഇങ്ങോട്ട് ഈ ആലപ്പുഴ ഇത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇവിടെ വന്ന് കുറേ പേരെൻ്റെ ഇതിൻ്റെ തൈ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇതിലെല്ലാം ഇങ്ങനെ മുളച്ച് ഇപ്പണ്ട്. ആ മുളച്ച് നിന്നെത്തി നാട്ടോ ഞാൻ ഒരെണ്ണം പറിച്ചെടുത്തത്. അപ്പോൾ ആനച്ചൊടി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.